തെരഞ്ഞെടുപ്പ് കളത്തിൽ നിന്ന് ഇപ്പോൾ വരുന്ന ഒരു വാർത്തയുണ്ട്. ലത്തീൻ സഭയെ അനുനയിപ്പിക്കാൻ കോൺഗ്രസിന്റെ നീക്കങ്ങൾ. കൊച്ചി ബിഷപ്പ് ആന്റണി കാട്ടിപ്പറമ്പിലുമായി കൂടിക്കാഴ്ച നടത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആൻമരിയ സണ്ണിയാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. ആൻഡ് ഗുഡ് മോർണിംഗ് അഗൈൻ. ഈ ലത്തീൻ സഭയ്ക്ക് വേണ്ടത്ര പ്രാതിനിധ്യം കിട്ടിയില്ല എന്ന പരാതികളൊക്കെ ഉണ്ട്, അതിൽ ഒരു അതൃപ്തിയുണ്ട്. അപ്പോൾ അത് പരിഹരിച്ചില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ അത് ബാധിക്കാനിടയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ച എത്രത്തോളം നിർണായകമാണ്? ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടിക്കാഴ്ച വളരെ നിർണായകം തന്നെയാണ്. കാരണം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ ഒരു അതൃപ്തിയുമായിട്ട് ലത്തീൻ സഭ പരസ്യമായിട്ട് തന്നെ രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഈ തീരദേശ മേഖലയിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ലത്തീൻ സമുദായക്കാരാണ്. അതുകൊണ്ട് തന്നെ എല്ലാ തെരഞ്ഞെടുപ്പിലും അവർക്കൊരു പ്രാധാന്യം, അല്ലെങ്കിൽ അവർ പറയുന്ന രീതിയിലുള്ള ഒരു പ്രാധാന്യം അവർക്ക് നൽകാറുള്ളതാണ്, നൽകി വന്നിട്ടുള്ളതുമാണ്. അത് നമ്മൾ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ, അല്ലെങ്കിൽ മേയർ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ നമ്മളത് കണ്ടതാണ്. പക്ഷേ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് പിന്നാലെ അതിൽ ലത്തീൻ സഭയ്ക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. അതിനനുസരിച്ചുള്ള ഒരു സ്ഥാനാർത്ഥിയും ലത്തീൻ സഭ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഈ കൊച്ചി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മുഹമ്മദ് ഷിയാസിനെയാണ്. അവിടെ ലത്തീൻ സഭ പറയുന്നുണ്ടായിരുന്നു, ഈ തെരഞ്ഞെടുപ്പ് വന്നു കഴിയുമ്പോൾ ഈ രീതിയിൽ അത് ഏതൊക്കെ രീതിയിൽ പ്രതിഫലിക്കുമെന്ന് ഇതിന്റെ റിസൾട്ട് വന്നതിന് ശേഷമായിരിക്കും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ എന്ന രീതിയിൽ അത് അതൃപ്തി അവർ പരസ്യമാക്കിക്കൊണ്ട് രംഗത്തേക്ക് വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് അവരെ അനുനയിപ്പിക്കുക എന്നൊരു നീക്കവുമായിട്ട് ഇപ്പോൾ എന്തായാലും UDF രംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇന്നലെ രാത്രി ഒരു 8 മണിയോടുകൂടിയാണ് കൊച്ചി ബിഷപ്പ് ഹൗസിൽ എത്തിയിട്ട് ബിഷപ്പുമായിട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അതോടൊപ്പം തന്നെ MP ഹൈബീഡനും ഉൾപ്പെടെയുള്ളവർ കൂടിക്കാഴ്ച നടത്തുന്നത്. ഏകദേശം അരമണിക്കൂറോളം കൂടിക്കാഴ്ച മുന്നോട്ട് പോയിരുന്നു. അതിനുശേഷം ആണ് ഇവർ പിന്നീട് ഒരു അനുനയ നീക്കത്തിലേക്ക് തന്നെ പൂർണ്ണമായിട്ട് കടക്കുക എന്ന രീതിയിലേക്കാണ് വരുന്നത്. കാരണം കൊച്ചിയെ മുഴുവനായിട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനം അത് ലത്തീൻ സമുദായത്തിലെ വോട്ട് എന്നത് തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതലായിട്ട് തീരദേശ മേഖലയിലുള്ളതും ലത്തീൻ സമുദായക്കാരാണ്. അരൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലും UDF സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് ലത്തീൻ സമുദായത്തിലുള്ളവരല്ല. ഇവിടെ LDF നിർത്തിയിരിക്കുന്ന, അതായത് കൊച്ചി മണ്ഡലത്തിൽ LDF നിർത്തിയിരിക്കുന്ന KJ മാക്സി അത് ലത്തീൻ സമുദായ അംഗമാണ്. അതുകൊണ്ട് തന്നെ ഈ UDF അത് നല്ല രീതിയിൽ പ്രതിഫലം ഉണ്ടാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതിനെ തുടർന്നാണ് ഇന്നലെ രാത്രിയോടുകൂടി ഒരു അനുനയ നീക്കവുമായി പ്രതിപക്ഷ നേതാവ് തന്നെ രംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. ക്രിസ്റ്റീന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.